നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി 4 ബുധനാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവിനെക്കുറിച്ച് സർക്കാരുമായി തുറന്ന സംവാദം നടത്താൻ ബഹ്റിൻ പാർലമെന്റ് തീരുമാനിച്ചു. ഹസൻ ഇബ്രാഹിം എംപിയുടെ നേതൃത്വത്തിൽ 10 ജനപ്രതിനിധികൾ നൽകിയ നിർദ്ദേശത്തിനാണ് അംഗീകാരം ലഭിച്ചത്. ഇന്ധനവില, വൈദ്യുതി നിരക്ക്, ലേബർ ഫീസ് എന്നിവ മധ്യവർഗത്തെയും ചെറുകിട സംരംഭങ്ങളെയും ബാധിക്കുന്നത് ചർച്ചയാകും. സ്പീക്കർ അഹമ്മദ് അൽ മുസല്ലം സംവാദത്തിനുള്ള തീയതി ഉടനെ നിശ്ചയിക്കുന്നതായിരിക്കും. സാമ്പത്തിക മാറ്റങ്ങൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് എംപിമാരുടെ വാദം. ബുദയ്യ ബോട്ടാണിക്കൽ ഗാർഡനിൽ നടന്നുവരുന്ന ഫാർമേഴ്സ് മാർക്കറ്റ് 9 ആഴ്ച പിന്നിടുമ്പോൾ റെക്കോർഡ് വിളവെടുപ്പുമായി പ്രാദേശിക കർഷകർ. ഏകദേശം 104 വ്യത്യസ്ത ഇനം വിളകളാണ് ഇത്തവണ ഇവിടെ പ്രദർശിപ്പിച്ചത്. 11,954 കിലോ തക്കാളി മാത്രം ഇതുവരെയായി വിറ്റഴിച്ച ഇവിടെ ആകെ 212 ടൺ പ്രാദേശിക പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് വിറ്റഴിച്ചത്. നവംബർ 29 ആരംഭിച്ചതു മുതൽ സ്വദേശികളും വിദേശികളും സന്ദർശകരുമടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ശനിയാഴ്ചയും എത്തുന്നത്. ഈ സീസണിലെ ഫാർമേഴ്സ് മാർക്കറ്റ് ഫെബ്രുവരി 7 സമാപിക്കും. ബഹ്റിനിലെ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ സംഘടനയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ലോകത്തെ മികച്ച വിദേശ ചാപ്റ്ററിനുള്ള 1ാം സ്ഥാനം തുടർച്ചയായ 10ാം വർഷവും കരസ്ഥമാക്കി. വേൾഡ് ഫോറം ഓഫ് അക്കൗണ്ടൻസ് ചടങ്ങിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഒരു പതിറ്റാണ്ടായുള്ള ഈ നേട്ടം പ്രൊഫഷണൽ മികവിനുള്ള അംഗീകാരമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രൊഫഷണൽ വികസനം, അംഗങ്ങളുടെ സജീവ പങ്കാളിത്തം, സാമൂഹിക പ്രവർത്തനങ്ങൾ, അറിവ് പങ്കുവെക്കുന്നതിനുള്ള പരിപാടികൾ, തൊഴിൽ മേഖലയ്ക്ക് നൽകുന്ന സംഭാവനകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പുരസ്കാരം നിർണയിച്ചത്. വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റിൻ പ്രൊവിൻസിൻ്റെ പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണവും കേരളീയം 2026 കലാസന്ധ്യയും ശ്രദ്ധേയമായി. ഇന്ത്യൻ ക്ലബ്ബിൽ വെച്ച് നടന്ന പരിപാടി NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രൊവിൻസ് പ്രസിഡന്റ് എബ്രഹാം സാമുവൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി അമൽദേവ് സ്വാഗതം ആശംസിച്ചു. ബഹ്റിൻ പാർലമെന്റ് ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ അബ്ദുൽ നബി സൽമാൻ, സോഷ്യൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി അണ്ടർ സെക്രട്ടറി സയ്യിദ് ആദിൽ ഡാർവിഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ജോബി ജോൺ, ഗായിക ഹേം ലിന എന്നിവർ നയിച്ച സംഗീത വിരുന്നും ശ്രുതിലക്ഷ്മി, ശ്രീലയ എന്നിവർക്കൊപ്പം ബഹ്റിൻ പ്രൊവിൻസിലെ കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്തങ്ങളും ഭിന്നശേഷി വിഭാഗത്തിൽ കേരള സർക്കാരിൻ്റെ ഈ വർഷത്തെ സർഗാത്മക ബാല്യ പുരസ്കാരത്തിന് അർഹയായ അജിന രാജിൻ്റെ നൃത്തവും കാണികളെ ആകർഷിച്ചു. ചടങ്ങിൽ വെച്ച് അജിന രാജിന് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ നൃത്തകലാ പുരസ്കാരം NK പ്രേമചന്ദ്രൻ MP സമ്മാനിച്ചു. ഭാവഗായകൻ P ജയചന്ദ്രനെ ആദരിച്ച് ജയചന്ദ്രൻ ഫാൻസ് ഇന്റർനാഷണലും കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷനും ചേർന്ന് അനുരാഗം മീട്ടും ഗന്ധർവൻ സംഘടിപ്പിച്ചു. UK അനിൽകുമാർ, ഡോക്ടർ ബിന്ദു നായർ, ഹരിപ്പാട് സുധീഷ്, സുനിൽ മേനോൻ എന്നിവർ സംസാരിച്ചു. 18 ഗായകരാണ് ജയചന്ദ്രൻ്റെ വിവിധ ഗാനങ്ങൾ ആലപിച്ച് രംഗത്ത് വന്നത്. മതനിരാസ രാഷ്ട്രീയം മൂലച്യുതിക്കിടയാക്കുമെന്ന് KMCC ഒലീവ് സാംസ്കാരിക വേദിയുടെ ടേബിൾ ടോക്ക് അഭിപ്രായപ്പെട്ടു. KP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. റഫീഖ് തോട്ടക്കര, സഹൽ തൊടുപുഴ, ഫൈസൽ കോട്ടപ്പള്ളി എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ബഹ്റിൻ കേരള ക്രിസ്ത്യൻ എക്യുമെനിക്കൽ കൗൺസിലിൻ്റെ ബൈബിൾ കൺവെൻഷൻ ഫെബ്രുവരി 10 മുതൽ 12 വരെ CSI പാരീഷിൽ നടക്കും. റവറൻഡ് ഡോക്ടർ ജേക്കബ് ഡാനിയൽ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. വൈകിട്ട് 7:15 മുതൽ രാത്രി 9 വരെയാണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. പുതിയ തലമുറയിൽ ഖുർആൻ സന്ദേശങ്ങൾ എത്തിക്കണമെന്ന് അദ്ലിയ മസ്ജിദ് ഇമാം ഷെയ്ഖ് നബീൽ ദബവാൻ പറഞ്ഞു. അൽമനായി സെന്ററിന്റെ മേൽനോട്ടത്തിൽ റയ്യാൻ സ്റ്റഡി സെന്റർ സംഘടിപ്പിച്ച അൽ ഇജാസ് ഖുർആൻ മത്സര പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സരത്തിൽ വിജയികളായവർക്ക് ഷെയ്ഖ് മസൂദ് അബ്ദുല്ലാഹ് ഉൾപ്പെടെയുള്ളവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. താൻ പരിചരിച്ചിരുന്ന ഭിന്നശേഷിക്കാരനായ സ്വദേശിയുടെ അക്കൗണ്ടിൽ നിന്ന് 25,000 ദിനാറിലധികം തട്ടിയെടുത്ത ഇന്ത്യൻ നഴ്സ് ഹൈക്രിമിനൽ കോടതിയിൽ വിചാരണ നേരിടുന്നു. രോഗിയുടെ ശാരീരികാവസ്ഥയും ചലന പരിമിതിയും മുതലെടുത്താണ് പ്രതി തട്ടിപ്പ് നടത്തിയതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി. ഇത്തരത്തിൽ സ്വന്തം അക്കൗണ്ടിലെത്തിയ പണം ഇവർ ഇന്ത്യയിലേക്ക് അയച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ബെനിഫിറ്റ് പേ ആപ്പ് വഴി പണം മാറ്റിയ പ്രതിയുടെ വിചാരണ ഫെബ്രുവരി 10 മാറ്റിവെച്ചു.
the heart of Bahrain, where every story matters. One source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.